പ്രിയപ്പെട്ടവരെയും, വചന പ്രഘോഷണം സ്വയം കണ്ടെത്തുവാനുള്ള, സ്വയം വിശകലനം ചെയ്യുവാനുള്ള, തിരിഞ്ഞു വരുവാനുള്ള സന്ധ്യകളാണ്. വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും ആ വചനം ഹൃദയത്തിലേക്ക് ധ്യാനിച്ചുകൊണ്ട്, വന്ദനായ അച്ഛൻ ഉദ്ഘാടന വാക്കുകളിൽ പറഞ്ഞതുപോലെ, നൈർമല്യമുള്ള ബുദ്ധിയുള്ളവരായി, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ, താലന്തുകൾ വിനിയോഗം ചെയ്ത വിശ്വസ്തരും ഉത്തമരുമായ ദാസരെ പോലെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ഈ വചന പ്രഘോഷണത്തിൻ്റെയും അടിസ്ഥാനപരമായ ധർമ്മം. ഇന്ന് നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുവാനായി ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. എലൈജ വാസ് എ മാൻ ലൈക്ക് അവേഴ്സ്. പ്രിയപ്പെട്ടവരെയും, എന്തുകൊണ്ടാണ് ഈ വേദഭാഗം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ, ഓരോ വിശുദ്ധന്മാരെ സംബന്ധിച്ചും പ്രസക്തമായ ഒരു വാക്യമാണിത്. ഏത് വിശുദ്ധന്റെ പെരുന്നാൾ നാം നടത്തുമ്പോഴും ആ വിശുദ്ധന്റെ പേരോട് ചേർത്ത് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു വേദഭാഗമാണിത്. പുതിയ നിയമത്തിൽ ഏലിയാവ് എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് നാം വായിക്കുന്നു, ധ്യാനിക്കുന്നു. മാറാബോ പിതാവിന്റെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ മാറാബോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പരിമല തിരുമേനിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ പരിമല മാർ ഗ്രിഗോറിയോസ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെയും, വിശുദ്ധന്മാരെല്ലാവരും വ്യത്യസ്തരായി ജീവിതത്തിൽ പ്രമാണങ്ങൾ ഉള്ളവരായത് അവർ ആകൃതിയിലും പ്രകൃതിയിലും അവർക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ടല്ല. നമ്മെപ്പോലെ ജീവിച്ച മനുഷ്യർ, ആകൃതിയും പ്രകൃതിയും ഒക്കെ നമ്മെപ്പോലെയുള്ളവർ. എന്നാൽ അവരുടെ വ്യത്യസ്തത എന്താണ്? അവരുടെ വ്യത്യസ്തത, അവർ തങ്ങളുടെ പ്രകൃതം സുകൃതമാക്കി എന്നതാണ് വിശുദ്ധന്മാരുടെ വ്യത്യസ്തത. തങ്ങളുടെ പ്രകൃതം സുകൃതമാക്കി. ഞാനിങ്ങനെ പറയുമ്പോൾ മുമ്പിലിരുന്ന പിള്ളേരൊക്കെ എന്നോട് ഇത്തിരി കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അച്ഛാ, എന്ത് എന്നൊക്കെ പറയുന്നേ, അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് കരുതുന്നു. നമ്മുടെ കർത്താവാണെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനോട് ചേർന്ന് ഒരു കഥ കൂടെ പറയും, ഒരു ഉപമ. ഒരമ്മ തന്റെ 4 മക്കൾക്കായി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പാത്രത്തിൽ 4 ദോശ ചുടാനുള്ള മാവേ ഉള്ളൂ. അമ്മ 1-ാമത്തെ ദോശ ചുട്ട് 1-ാമത്തവന്റെ പാത്രത്തിലിട്ടു. കിട്ടിയ പാടെ അവനത് കഴിച്ചു. കണ്ടു നിന്നവർ പറഞ്ഞു, ഇത് ഇവന്റെ പ്രകൃതമാണ്. അമ്മ 2-ാമത്തെ ദോശ ചുട്ട് 2-ാമത്തവന്റെ പാത്രത്തിലിട്ടു. അവൻ കിട്ടിയ പാടെ കഴിച്ചു എന്ന് മാത്രമല്ല, 3-ാമത്തവന്റെ പാത്രത്തിലിട്ട ദോശ കൂടെ അവൻ അടിച്ചു മാറ്റി കഴിച്ചു. കണ്ടു നിന്നവർ പറഞ്ഞു, ഇവൻ വികൃതിയാണ്. ഇനി അമ്മയുടെ കയ്യിൽ 1 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ. 4-ാമത്തെയാൾ അർഹതപ്പെട്ടവൻ ആ ദോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ 3-ാമത്തവന് ദോശ കിട്ടിയിട്ടുമില്ല. അമ്മ 4-ാമത്തെ ദോശ ചുട്ട് 4-ാമത്തവന്റെ പാത്രത്തിലേക്ക് ഇട്ടു. അവനത് കഴിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്, കാരണം അത് അവൻ്റെതാണ്. പക്ഷേ അവൻ നോക്കിയപ്പോ തന്റെ തൊട്ടടുത്ത് ജ്യേഷ്ഠൻ ചിണുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്.
എനിക്ക് ദോശ കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. നാലാമത്തവൻ എന്തു ചെയ്തു എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അവന്റെ പാത്രത്തിൽ വീണ ദോശ അവൻ രണ്ടായി മുറിച്ച് ഒരു പങ്ക് മൂന്നാമത്തവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ തിന്ന്. കണ്ടു നിന്നവർ പറഞ്ഞു, ഇതാണ് സുഹൃതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രകൃതം സുഹൃതമാകുന്ന ദിവസങ്ങളാണ് പെരുന്നാളിന്റെ ദിവസങ്ങൾ. ഞാൻ ഇവിടെ കുറ്റം പറയുകയല്ല, പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ പല പെരുന്നാളുകളും കാണുമ്പോ നമ്മുടെ പ്രകൃതം സുഹൃതമാകുന്നില്ല എന്ന് മാത്രമല്ല, അതൊട്ടേറെ വൈകൃതമായി പോകുന്നുമുണ്ട്. ആത്മീകത പോലും വൈകൃതമായി പോകുന്ന സ്ഥലങ്ങളായി, ഇടങ്ങളായി പെരുന്നാളുകൾ മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ആരാണ് ഒരു പരിശുദ്ധൻ? ആകൃതിയിൽ നമ്മെപ്പോലെ, പ്രകൃതിയിൽ നമ്മെപ്പോലെ, പക്ഷേ ജീവിതം കൊണ്ട് അവർ സുഹൃതത്തിലേക്ക് നടന്നു. അതാണ് ഒരു പരിശുദ്ധന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. ശ്രദ്ധിക്കുക, BC 9-ാം നൂറ്റാണ്ടിൽ പ്രകൃതം സുഹൃതമാക്കിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിഞ്ഞ് 900 വർഷങ്ങൾ കഴിഞ്ഞ് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നത്. എലൈജ വാസ് എ മാൻ ലൈക്ക് അവേഴ്സ്. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിൽ എവിടെയൊക്കെ നിലവാരത്തോടെ നിലപാടുകൾ എടുക്കുന്നുണ്ടോ അവിടെ പരാമർശിക്കുന്ന പേരാണ് ഏലിയാവിൻ്റെത്. നിലവാരത്തോടെ നിലപാടുകൾ എടുക്കുന്നിടത്ത് ഏലിയാവിന്റെ പേര് പരാമർശിക്കുന്നു. ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് കർത്താവ് ചോദിച്ചു, എന്നെ ജനങ്ങൾ എന്തു പറയുന്നു? ഉടനെ അവർ പറഞ്ഞു, നീ ഏലിയാവാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞതും ഏലിയാവിന്റെ ആത്മാവോടെ വരും എന്നാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കാണുന്ന 2 വ്യക്തികളെ കുറിച്ച് വെളിപാട് പുസ്തകം അത് എഴുതി വെക്കുമ്പോൾ അവിടെയും പരാമർശിക്കപ്പെടുന്ന 2 വ്യക്തികളിൽ ഒന്ന് മോശയും ഒന്ന് ഏലിയാവുമാണ്. നോക്കുക, ഓരോ പരിശുദ്ധന്റെ ജീവിതത്തോടും പരിശുദ്ധന്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച വചനപ്രഘോഷണത്തോട് ചേർന്ന് നാം ചിന്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്നത്. അതുകൊണ്ടാണ് ജീവിതം കഴിഞ്ഞ് 900 വർഷം കഴിഞ്ഞ് ആ മനുഷ്യന്റെ പേര് പരാമർശിക്കുന്നത്. ഹി വാസ് എ മാൻ ലൈക്ക് അവേഴ്സ്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താണ് ഏലിയാവിന്റെ വ്യത്യസ്തത? ഏലിയാവിന്റെ ജീവിതത്തിലെ 4 വ്യത്യസ്തതകൾ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധനായ മോർ ആബോ പിതാവുമായി അതിനെ ചേർത്ത് ചിന്തിച്ചുകൊണ്ട് ഈ 1-ാം രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം എന്ന് കരുതുകയാണ്. BC 9-ാം നൂറ്റാണ്ടിലാണ് ഏലിയാവ് ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധപ്പതിച്ച ഒരു നാള്, അതാണ് BC 9-ാം നൂറ്റാണ്ട്. ഇസ്രായേൽ ജനത സത്യവിശ്വാസത്തിൽ നിന്നും അകന്ന്, സനാതനമായി വിശ്വാസത്തിൽ നിന്നും അകന്ന് സൗകര്യപ്രദമായി ജീവിച്ച ഒരു കാലഘട്ടമാണ് BC 9-ാം നൂറ്റാണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 30-ാം വാക്യം ആ കാലഘട്ടത്തിന്റെ അധപ്പതനത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായി പ്രതിപാദിക്കുകയാണ്. 1 രാജാക്കന്മാർ 16:30. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. വേദപുസ്തക ചരിത്രകാരൻ
ഒരു വാക്യത്തിലൂടെ ആ കാലഘട്ടത്തെ കുറിച്ചിടുകയാണ്. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ രാജ്യത്വം, മൊണാർക്കി, അത് ഇസ്രായേൽ ചോദിച്ചു വാങ്ങിച്ച ഒന്നാണ്. ദൈവം കൊടുത്തതല്ല, ഇസ്രായേൽ ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചതാണ് ഈ മൊണാർക്കി എന്നത്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇസ്രായേൽ നേതാക്കന്മാർ ശമൂവേലിന്റെ അടുക്കൽ വന്നു. ശമൂവേലിനോട് പറഞ്ഞു, നീ പ്രായമായി, നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ജാതികൾക്കുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്ക് ഒരു രാജാവിന് വേണം. പ്രിയപ്പെട്ടവരെ, ശമൂവേലിന് വളരെ ദുഃഖമായി. ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ, ഇതാ ഈ ജനം എന്നെ വെറുക്കുകയാ, ഞാൻ അവർക്ക് രാജാവാകാതിരിക്കുവാൻ അവർ മറ്റൊരു രാജാവിനെ ആവശ്യപ്പെടുകയാ. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, മോനെ, നിന്നെയല്ല അവർ ത്യജിക്കുന്നത്, ഞാൻ യഹോവ അവർക്ക് രാജാവാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം. ഈ ചോദിച്ചു വാങ്ങിച്ചത് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇസ്രായേലിന്റെ രാജാക്കന്മാരിൽ കൈവിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ദൈവത്തിന് നിരക്കാത്തത് ചെയ്തവരാ. നമ്മൾ വളരെ മനോഹരമായി അച്ഛനും പറഞ്ഞല്ലോ ശലോമോനെ കുറിച്ച്. ശലോമോന്റെ വ്യക്തിത്വം വളരെ പോസിറ്റീവാ. പക്ഷേ അയാളെ കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ശലോമോൻ ഇതിനാൽ ദൈവത്തോട് പാപം ചെയ്തില്ലയോ. എന്തായിരുന്നു ശലോമോന്റെ പാപം? അയാൾ ജ്ഞാനിയായിരുന്നു, സുന്ദരനായിരുന്നു, നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ട് പോകുന്നിടത്തുള്ള സ്ത്രീകളൊക്കെ അയാളിൽ അനുരക്തനായി. ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാരുണ്ടായി. അവരെ യെരൂശലേമിൽ കൊണ്ടുവന്നു. യെരൂശലേം ദേവാലയത്തിന്റെ ആരാധന വിജാതീയ ആരാധനയായി മാറി. പ്രിയപ്പെട്ടവരെ, കൈവിരലിൽ എണ്ണാവുന്ന 3-4 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരാണ്. ചേർത്തങ്ങ് പറയട്ടെ, അർഹിക്കാവുന്നതേ ചോദിക്കാവൂ. അർഹിക്കാത്തത് ചോദിച്ചാലും തന്നെന്ന് വരും, പക്ഷേ അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അവരതിനു മുമ്പ് ഒരു പ്രിഫിക്സ് പറയും. എന്താ അവര് പറയുന്നത്? കർത്താവേ, അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക് പ്രയോജനകരമായതും, അങ്ങേക്ക് ഹിതകരമായതും ഞങ്ങൾക്ക് പ്രയോജനകരമായതും. പ്രിയപ്പെട്ടവരെ, ചോദിച്ചു വാങ്ങിച്ച രാജ്യത്വം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറി. ഇവിടെ ഒമ്രിയുടെ മകനായ ആഹാബാണ് 9-ാം നൂറ്റാണ്ടിലെ രാജാവ്. എന്താണ് വേദപുസ്തക ചരിത്രകാരൻ പറയുന്നത്? ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തീർന്നില്ല. 31-ാമത്തെ വാക്യം, നേബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ യത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ അടൂർക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, തേവലക്കരെ പറയുമെന്ന് എനിക്കറിയില്ല. ഈനാമ്പേച്ചിക്ക് ഇവിടെയും പറയും, ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ആഹാബേ പോക്കായിരുന്നു. കൂടെ ആരെയും കൂടെ കിട്ടി? ഇസബേലിനെയും കൂടെ കിട്ടി. പ്രിയപ്പെട്ടവരെ, അധാർമികതയുടെ അങ്ങേ അറ്റത്ത്
ഇസ്രായേൽ സാമ്രാജ്യം പോകുന്ന കാലഘട്ടം. വിശ്വാസമില്ലാതെ അന്ധവിശ്വാസത്തിലേക്കും അരാജകത്വത്തിലേക്കും ഇസ്രായേലിന്റെ ചരിത്രം പോകുന്ന കാലഘട്ടം. അവിടെയാണ് പ്രകൃതത്തിൽ നമ്മെ പോലെയുള്ള ഏലിയാവ് സുകൃതത്തിൽ വ്യത്യസ്തനായി മാറിയത്. എന്താണ് ഏലിയാവിന്റെ വ്യത്യസ്തത? ഒന്നാമതായി 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. അതിനു മുമ്പ് യാതൊരു പരാമർശവും ആ മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല. അതിനു മുമ്പ് യാതൊരു പരാമർശവും, യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രഡക്ഷനും ആമുഖവും ആ മനുഷ്യനെ കുറിച്ചില്ല. ഏലിയാവ് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ പ്രത്യക്ഷനാകുന്ന വാക്യം 17-ന്റെ 1 1 രാജാക്കന്മാർ 17-ന്റെ 1. എന്താണ്? ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. പ്രിയപ്പെട്ടവരെ, പ്രകൃതത്തിൽ നമ്മെ പോലെയുള്ള ആ മനുഷ്യന്റെ സുകൃത ജീവിതത്തിലെ 1-ാമത്തെ തലം എന്നത് അസാധാരണമായ ഒരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ്. അസാധാരണമായ പേരുള്ള ഒരു സാധാരണക്കാരൻ, അതാണ് ഏലിയാവ്. An ordinary man with an extraordinary name. എന്താണ് ആ ആളിന്റെ പേര്? ആളിന്റെ പേര് ഏലിയാവ്. എന്താണ് വാക്കിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഏൽ യാഹ്, ഈ 2 വാക്കുകൾ ചേരുമ്പോഴാണ് ഏലിയാവ് എന്ന പേരുണ്ടാകുന്നത്. ഏൽ യാഹ്, that means യാഹ്വേ is my master. യഹോവയാണ് എന്റെ നാഥൻ. അതാണ് ആ പേരിന്റെ അർത്ഥം. അപ്പന്റെ പേരില്ല, വീട്ടുപേരില്ല. സാധാരണയായി ഇസ്രായേലിന്റെ ചരിത്രം ഒരു വ്യക്തിയെ പ്രതിപാദിക്കുമ്പോൾ അയാൾ ഏത് ഗോത്രക്കാരനാണെന്ന് പറയും. പക്ഷേ ഇതൊന്നും അവിടെ പറയുന്നില്ല. അവിടെയാകെ പറയുന്നത് ഗിലെയാദിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. അതെ പ്രിയപ്പെട്ടവരെ, അസാധാരണമായ ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ ആരെന്ന് വ്യക്തമാകുന്നത് ഞാൻ ആരുടേതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. 1-ാമത്തെ ചോദ്യം ഏദനിൽ മുഴങ്ങുന്നത്, ആദമേ നീ എവിടെ? നമ്മൾ സാധാരണ പിള്ളേരോടൊക്കെ പറയുമല്ലോ, മക്കളെ തെറ്റ് ചെയ്യരുത്, കാരണം യേശുപ്പച്ചൻ നിങ്ങളെ നോക്കുന്നു, ദൈവം നിങ്ങളെ നോക്കുന്നു. പിള്ളേര് തിരിച്ചു ചോദിക്കാത്തത് ഭാഗ്യം. കോടാനുകോടി മനുഷ്യരുള്ള ഈ ലോകത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് ദൈവം കാണുന്നുവെങ്കിൽ, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം കണ്ടില്ലേ ആദം എവിടെയാണ് ഒളിച്ചതെന്ന്? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ദൈവം കാണാതിരുന്നതിന്റെ ചോദ്യമല്ല, മറിച്ച് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത്, ആദമേ ഇപ്പോൾ നീ എവിടെ ആയിരിക്കേണ്ടുന്നവനാണ്, ആരുടേതായിരിക്കേണ്ടുന്നവനാണ്? ഇതാണ് ആ ചോദ്യത്തിന്റെ ആഴമേറിയ ആധ്യാത്മിക തലം. സന്ധ്യയാകുമ്പോ ചിലപ്പോഴൊക്കെ നമ്മുടെ ഫോണിലേക്ക് ഒരു വിളി വരുമല്ലോ, ഭാര്യ, അച്ചായ, അച്ഛാ ഇപ്പൊ എവിടെയാ? അതിന്റെ അർത്ഥം അച്ചായൻ, അച്ഛൻ ഇപ്പോൾ എവിടെ ആയിരിക്കേണ്ടുന്നവനാണ് എന്നതാണ്. കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ അമ്മയും അപ്പായും ചിലപ്പോഴൊക്കെ ഫോണിൽ വിളിച്ച് ചോദിക്കത്തില്ലേ, ഇപ്പൊ എവിടെയാ? അതിന്റെ അർത്ഥം നീ ഇപ്പോൾ എവിടെ ആയിരിക്കേണ്ടുന്നവനാണ്, എവിടെ ആയിരിക്കേണ്ടുന്നവളാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യം അത് ഏലിയാവിനുണ്ടായിരുന്നു. ഓരോ വിശുദ്ധന്മാരിലും ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് പ്രകൃതത്തിൽ നമ്മെ പോലെയാണെങ്കിലും സുകൃതത്തിൽ
അവർ വ്യത്യസ്തരായി ജീവിച്ചത്. ഞാൻ ദൈവത്തിൻ്റെതാണ്. നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? ഞാൻ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മസ്വരൂപ വിസ്മൃതി നമ്മുടെ കാലത്തെ ഏറെ ഹനിച്ചിരിക്കുന്നു. ആത്മസ്വരൂപ വിസ്മൃതി, ആ വാക്കൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആരെന്ന് തിരിച്ചറിയാനാകുന്നില്ല. ഒരപ്പന് തിരിച്ചറിയാനാകുന്നില്ല ഞാൻ ആരാണ്. ഞാൻ മെത്രാച്ചന്മാരുടെയും അച്ഛന്മാരുടെയും കാര്യത്തിലേക്ക് പോകുന്നില്ല. കാരണം സഭയിൽ ശുശ്രൂഷിക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സ്വജപ ദർശനം നമുക്ക് ഇന്ന് അനിവാര്യമാണ്. ഞാൻ ആരുടേതാണ്, ഞാൻ ആരാണ് എന്ന ചിന്ത. ലോക പ്രശസ്തനായ ഫിലോസഫർ മാർക്ക് ട്വെയിൻ അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയും, 2 days are important. 2 ദിവസങ്ങളാണ് പ്രാധാന്യമായിട്ടുള്ളത്. The day that you born and the day you understand why. നീ ഈ ലോകത്തിലേക്ക് പിറന്ന ദിവസം, എന്തിനാണ് ഈ ലോകത്തിൽ പിറന്നത്, ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ദിവസം. ഇന്ന് ലോകത്തിൽ പലർക്കും അവരെന്തിനായി ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് പോലും അറിയില്ല. ഭൂമിക്ക് ഭാരമായി, കുടുംബത്തിന് ഭാരമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ആത്മീകതയുടെ ഭാവം സ്വയം തിരിച്ചറിയുന്നവനാണ്, സ്വയം തിരിച്ചറിയുന്നതാണ്. നമ്മൾ വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു മടങ്ങിവരവിന്റെ ഉപമയാണല്ലോ മുടിയനായ പുത്രന്റെ ഉപമ. അങ്ങനൊരു പേര് വേദപുസ്തകത്തിലില്ല. മഹാമുടിയന്മാരും മടിയന്മാരും മടിച്ചികളും ഒക്കെയായ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് എന്താ? മുടിയൻ പുത്രൻ. ധൂർത്തപുത്രൻ എന്നൊരു വാക്കുണ്ട്. പോട്ടെ, ആ വാക്കുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രസക്തമായ ചിന്ത. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് അയാൾക്ക് തിരിച്ചുവരവുണ്ടായത്? എപ്പോഴാണ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലേക്ക് അയാൾ മാറിയത്? ദൂരദേശത്ത് പന്നിയുടെ പോലും വാളവരെ തിന്നുന്നതിന് അതിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്ത സുന്ദരമായി എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്, അവന് ഉണർവുണ്ടായി എന്ന വാചകം. എന്നാൽ ഇംഗ്ലീഷിൽ അത് പരിശോധിക്കുമ്പോൾ, മൂലഭാഷയിൽ അത് പരിശോധിക്കുമ്പോൾ, ഉണർന്നു എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം when he came to himself. When he came to himself, അവനിലേക്ക് വന്നപ്പോൾ അവന് ഒരു തിരിച്ചുപോക്കിന്റെ അനുഭവം ഉണ്ടായി. നമ്മുടെ കാലഘട്ടത്തിന്റെ വലിയ പ്രശ്നം ഈ ആത്മബോധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആരാണ് എന്ന ചിന്ത. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതിസുന്ദരമായി നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് വരച്ചിട്ടിരിക്കുന്ന ഒരു സിമിലി, ഒരു ഉദാഹരണമുണ്ട്. എന്താ ആ ഉദാഹരണം എന്നറിയാമോ? ഞാൻ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിയാണ്. നിന്നെ ഞാൻ മുന്തിരിത്തോട്ടത്തിലാണ് നട്ടത്, പക്ഷെ നീ ആരാണ്? നീ ഒരു അത്തിയാണ്. യു ആർ എ ഫിഗ് ട്രീ പ്ലാന്റഡ് ഇൻ ദ വിൻയാർഡ്. എന്താ ആ രൂപകത്തിന്റെ അർത്ഥം? ആ സിമിലിയുടെ, ആ ഉപമയുടെ അർത്ഥം എന്താ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുന്തിരി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും മുന്തിരി ഉണ്ടാക്കുന്നത്, അത് പ്ലാന്റ് ചെയ്യുന്നത്, അതിന്റെ കൃഷി കാര്യങ്ങൾ നമുക്ക് അത്ര സുപരിചിതമല്ല. എന്നാൽ നിങ്ങൾ കണ്ടാൽ നമുക്കറിയാം, ഏറ്റവും ഗൗരവത്തോടെ, ഏറ്റവും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണ് എന്ത്? മുന്തിരി. അത് നടുന്ന സമയം മുതൽ, ഞാൻ ഈ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു 4 മുന്തിരിത്തണ്ട് കിട്ടി. അത് ആ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് നട്ടു. ഇപ്പോഴും ആ മുന്തിരിത്തണ്ടുണ്ട്, പേപ്പറിലൊക്കെ വാർത്തയൊക്കെ വന്നു. പക്ഷേ അതൊന്ന് പച്ച പിടിപ്പിക്കാൻ പെട്ട പാട്.
അതിന് എല്ലാ ദിവസവും ഐസ് വാട്ടർ ഒഴിക്കണം. അതിന് മാംസം കഴുകിയ വെള്ളം കൊണ്ടൊഴിക്കണം. അത് കൃത്യമായി പ്രൂൺ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മുന്തിരി വളരെയേറെ ഗൗരവമായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ആ മുന്തിരിയും അതിന്റെ ചെടിയും. എന്നാൽ ഈ അത്തിയോ തേവലക്കര പള്ളിയിൽ ഉണ്ടോന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. അത്തി ഉണ്ടോന്ന് ഓർക്കുന്നില്ല. നമ്മുടെ പല പള്ളിയിലെയും പിന്നാമ്പുറത്ത് എന്തുണ്ട്? അത്തി നിപ്പുണ്ട് അല്ലേ? ഇതാരാ നട്ടെ? ആ മുന്തിരി നട്ടവരുടെ പേരെഴുതി വെക്കും, പക്ഷെ അത്തി നട്ടവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതിനാരെങ്കിലും വെള്ളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിനാരെങ്കിലും വളമിട്ടിട്ടുണ്ടോ? ഇല്ല. അത് സ്വാഭാവികമായി അങ്ങ് വളർന്നു വന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ ആ രൂപകം എന്താ? നീ ഒരു അത്തിയ, പക്ഷെ എവിടെ നിന്നെ നട്ടു? ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്നെ നട്ടു. അതേ പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ഒരു പരിഗണനയ്ക്കും അർഹതയില്ലാത്ത എന്നെയും നിങ്ങളെയും ചില സ്ഥലങ്ങളിൽ തമ്പുരാൻ നട്ടതുകൊണ്ടാണ്, തമ്പുരാൻ ക്രമീകരിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നത്. വെറുമയാക്കപ്പെടേണ്ട, തള്ളപ്പെടേണ്ട, ഒരു അത്തി പോലെ ശുഷ്കമായി പോകേണ്ട നമ്മയൊക്കെ ചില മുന്തിരിത്തോട്ടങ്ങളിൽ തമ്പുരാൻ കൊണ്ടു നട്ടു. അത് ചിലപ്പോ അമ്മയും അപ്പനുമാകാം, അത് ചിലപ്പോൾ തേവലക്കര പള്ളിയാകാം, അത് ചിലപ്പോൾ നമ്മുടെ കുടുംബമാകാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ ദൈവം ആ മുന്തിരിത്തോട്ടത്തിൽ നട്ടത് കൊണ്ടാണ് നാം ഇന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നത് ഓർക്കണം. പക്ഷെ കർത്താവിന്റെ ദുഃഖം എന്താണെന്ന് അറിയാമോ? ഞാൻ ഫലം അന്വേഷിച്ചു, കണ്ടില്ല താനും. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ദുഃഖമാ. നോക്കുക, ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നെന്ന് കരുതട്ടെ. ഞാനൊരു അത്തിവൃക്ഷമാണ്, ആരാലും പരിഗണിക്കപ്പെടാതിരിക്കുന്ന, ആരാലും പ്രാധാന്യത കിട്ടാതിരിക്കുന്ന ഒരു അത്തിവൃക്ഷം. പക്ഷേ എവിടെ കൊണ്ടു നട്ടു? എവിടെയോ ഒരു മുന്തിരിത്തോട്ടത്തിൽ, എവിടെയോ ഒരു മുന്തിരിത്തോട്ടത്തിൽ. എന്നിട്ട് പോലും ഫലം അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാം ആരാണെന്നുള്ള ഒരു അവബോധത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ? നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമോ? ഓരോ പരിശുദ്ധന്മാരും അവർ ഇന്ന് പരിശുദ്ധന്മാരായി തീർന്നതിന്റെ കാരണം, ഞാൻ വീണ്ടും പറയട്ടെ, പ്രകൃതത്തിൽ അവർക്ക് വ്യത്യാസമില്ലായിരുന്നു, ആകൃതിയിൽ അവർക്ക് വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ സുഹൃതത്തിൽ തങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്ന അവബോധത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് അവർ കടന്നു വന്നിരുന്നു. സ്വയം കണ്ടെത്തുന്നവൻ മാലാഖമാരെ കാണുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. തന്നെ തന്നെ അറിയുന്നവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നവരെക്കാളും ശ്രേഷ്ഠരാണ്. നിനിവയിലെ ഐസക് എന്ന് പറയുന്ന പിതാവിന്റെ ഒരു കമന്റാണ്, സ്വയം കണ്ടെത്തുന്നവൻ മാലാഖമാരെ കാണുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. തന്നെ തന്നെ അറിയുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെക്കാളും ശ്രേഷ്ഠരാണ്. ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഞാനും ചിന്തിക്കണം. ഈ 6 മീറ്ററിന്റെ ലോഹയിൽ മാത്രമാണോ എന്റെ പൗരോഹിത്യത്തിന്റെ സ്ഥാനം? ഞാൻ ആകൃതിയിൽ മാത്രം ഒരച്ഛനായി, പ്രകടനത്തിൽ മാത്രം ഒരച്ഛനായി പ്രവർത്തിച്ചാൽ മതിയോ? എന്റെ സുഹൃതത്തിൽ ഞാനൊരു വൈദികനായി തീരുന്നുണ്ടോ? ഏലിയാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹി വാസ് ആൻ ഓർഡിനറി മാൻ, ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ. പക്ഷേ അയാളുടെ ഒന്നാമത്തെ ജീവിതത്തിന്റെ നന്മ, അയാൾക്ക് അസാധാരണമായ ഒരു പേരുണ്ടായിരുന്നു. യാഹ്വേ ഈസ് മൈ മാസ്റ്റർ, യഹോവയാണ് എന്റെ ദൈവം എന്ന ഒരു പേരിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. രണ്ടാമതായി, ഇങ്ങനെ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞു, അഹബേ,
ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത ഒരു സാധാരണക്കാരൻ അദ്ദേഹമാണ് ഏലിയാവ്. He was an ordinary man, but an extraordinary occasion. അസാധാരണമായ ഒരു നിയോഗം ഏറ്റെടുത്തു. നമ്മളിത് പഠിക്കുമ്പോൾ ഈ ഇസ്രായേലിൽ എപ്പോൾ രാജ്യത്വമുണ്ടോ, രാജാവുണ്ടോ, അതിന്റെ സൈഡിൽ അതിന്റെ പാരലായിട്ടുണ്ടായ ഒരു സ്ഥാനമാണ് പ്രവാചകൻ എന്ന സ്ഥാനം. അതായത് നേതാവ് തെറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ആർക്കുള്ളത്? പ്രവാചകന് ഉള്ളത്. നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ട് കാണും, പ്രവാചക ഗണം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രൊഫറ്റിക് ഗിൽഡ്. എന്താണ് അവരുടെ ഉത്തരവാദിത്വം? രാജാവ് തെറ്റ് ചെയ്താൽ രാജാവിനെ കറക്റ്റ് ചെയ്യണം. അതിന് രാജകൊട്ടാരത്തിൽ തന്നെ ദൈവത്താൽ നിയോഗിതരായ ഒരു കൂട്ടം ആളുകളാണ് ആര്? പ്രവാചക ഗണം. പക്ഷേ ഈ ആഹാബിന്റെ കൊട്ടാരത്തിലും പ്രവാചക ഗണം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് രാജാവിനെ കറക്റ്റ് ചെയ്യാനല്ല, രാജാവിന്റെ കൊട്ടാരത്തിൽ തിന്നു കുടിച്ച് പുളിച്ച് മതിച്ച് അവരിങ്ങനെ കൊട്ടാരത്തിൽ താമസിച്ച് രാജാവിനെ കറക്റ്റ് ചെയ്യാതെ അവരുടെ ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറി ജീവിച്ചു. 1 രാജാക്കന്മാർ 21:25. 1 രാജാക്കന്മാർ 21:25. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിരുന്നിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടുന്നവർ തന്നെ തിന്നു കുടിച്ച് മതിച്ച് കഴിയുകയാണ്. അപ്പോഴാണ് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവും നിയോഗവും ഇല്ലാത്ത ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറയുന്നത്, ഞാൻ യഹോവയുടെ നാമത്തിൽ പറയുകയാ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെയും, ഒരു അസാധാരണമായ നിയോഗമാണ്. നമ്മളൊക്കെയാണെങ്കിൽ, നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നെ പോലെയുള്ളവരാണെങ്കിൽ മുമ്പ് പറഞ്ഞ പ്രവാചക ഗണം പോലെ സ്ഥാനവും മാനവും നഷ്ടപ്പെടാതെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലേ? ഇപ്പോഴത്തെ ഒരു സ്പിരിച്വൽ വാക്ക് തന്നെയാ എന്താ? സ്പിരിച്വാലിറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ്, സ്പിരിച്വാലിറ്റി ഓഫ് കോംപ്രമൈസ്, അല്ലേ? ഏതെങ്കിലും അച്ഛൻ അതിനപ്പുറത്തേക്ക് പോയാൽ അയാളുടെ നെഞ്ചിലൂടെ ട്രാക്ടർ ഓടിക്കും. ഇനി അങ്ങനെങ്ങാനും പോയി സത്യവിശ്വാസത്തിനും സനാതന വിശ്വാസത്തിനും വേണ്ടി നിലനിന്ന് മുകളിലോട്ട് ചെന്നാലോ, മോളിന്ന് പറയും അഡ്ജസ്റ്റ് ചെയ്ത് പോയാ പോരെ, കോംപ്രമൈസ് ചെയ്ത പോരെ. പ്രിയപ്പെട്ടവരെയും, ഈ കാലത്തിൽ മാത്രമല്ല, ഇത് 9-ാം നൂറ്റാണ്ടിലും BC 9-ാം നൂറ്റാണ്ടിന്റെയും അവസ്ഥയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ, ഇഫ് യു പൊല്യൂട്ട് യുവർ പൊസിഷൻ യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി, ബട്ട് ഇഫ് യു സല്യൂട്ട് യുവർ പൊസിഷൻ യു നീഡ് നോട്ട് സല്യൂട്ട് എനിബഡി. If you pollute your position, you have to salute everybody. If you salute your position, you need not salute everybody. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടുന്നവർ തിരുത്തണം. അതിന് തിരുത്തണമെങ്കിൽ നമുക്കൊരു ശിക്ഷണബോധം വേണം. സാധാരണ പറയുന്നൊരു വാചകമാണ്, ശിക്ഷണമുള്ളവർ ശിക്ഷിച്ചാൽ രക്ഷയുണ്ടാകും, ശിക്ഷണമില്ലാത്തവർ ശിക്ഷിച്ചാൽ ശോഷണം ഉണ്ടാകും. ശിക്ഷണമുള്ളവർ ശിക്ഷിച്ചാൽ എന്തുണ്ടാകും? രക്ഷയുണ്ടാകും. മക്കളോട് ചെയ്യരുത് എന്ന് പറയുന്ന അപ്പൻ, ചെയ്യരുത് അതെന്തു ആകട്ടെ എന്ന് പറയുന്ന അമ്മ, ഒരു ശിക്ഷണം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് അനുസരിച്ചു കൊള്ളും. ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അത്.
നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം അപ്പനും അമ്മയും ശാസിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. നമ്മുടെ ജീനാണല്ലോ അത്. നമ്മൾ പലപ്പോഴും ശിക്ഷിക്കാറുണ്ട്, പക്ഷെ രക്ഷപ്പെടുന്നില്ല. അതിന്റെ കാരണം ശിക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തില്ല? ശിക്ഷണമില്ല. പ്രിയപ്പെട്ടവരെ, കറക്റ്റ് ചെയ്യേണ്ടുന്നവർ കറക്റ്റ് ചെയ്യണം. നമ്മൾ സാധാരണ അധികാരത്തോട് ബന്ധപ്പെട്ട് 2 വാക്കുകൾ പറയും. ഒന്ന്, അധികാര ദുർവിനിയോഗം. അല്ലേ, കേട്ടിട്ടുണ്ടോ വാക്ക്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അധികാര ദുർവിനിയോഗം എന്ന് വെച്ചാൽ ഇല്ലാത്ത അധികാരം എടുത്ത് മനുഷ്യന്റെ മുകളിലേക്ക് ഭാരങ്ങൾ വെച്ചു കൊടുക്കുക. അതാണ് എന്ത്? അധികാര ദുർവിനിയോഗം. എന്നാൽ അതിന്റെ കൂടെ ഒരു വാക്കുകൂടെ പഠിക്കണം. അധികാര വിനിയോഗ വിമുഖത. വല്ല മനസ്സിലായോ? മനസ്സിലായി? എന്തു മനസ്സിലായി? അത് തന്നെ. അധികാരമുള്ളവർ അത് ഉപയോഗിക്കാതിരുന്നാൽ അതെന്താണ്? അധികാര വിനിയോഗ വിമുഖതയാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യ പുസ്തകത്തിൽ പറയുന്നത്, പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കും. കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, ശരിയാകേണ്ട കാര്യങ്ങൾ ശരിയാക്കണം. പക്ഷേ എന്താണ് ആഹാബിന്റെ കൊട്ടാരത്തിൽ സംഭവിച്ചത്? കറക്റ്റ് ചെയ്യേണ്ടുന്നവർ തന്നെ ആഹാബിന്റെ ഭക്ഷണവും കഴിച്ച് ഇസബേലിന്റെ സൗന്ദര്യവും കണ്ട് ഈ കൊട്ടാരത്തിൽ അട്ടിപ്പേറായി കിടന്നപ്പോൾ വ്യത്യസ്തനായ ഏലിയാവ് ചെന്ന് പറയുക, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാട്ടിൽ മഴയും മഞ്ഞും ഉണ്ടാകില്ല. അതേ പ്രിയപ്പെട്ടവരെ, അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത ഒരു സാധാരണക്കാരൻ. നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പറയും, ഇല വിറ്റ് തിന്നാലും ചുണ വിറ്റ് തിന്നരുത്. ഇല വിറ്റ് തിന്നാലും ചുണ വിറ്റ് തിന്നരുത്. ചില നിയോഗങ്ങൾ നമുക്കുണ്ട് കേട്ടോ. വെറുതെ പെരുന്നാൾ നടത്തുക മാത്രമല്ല, നമ്മുടെ ചില ശരിപ്പെടുത്തലുകൾ, ചില ക്രമപ്പെടുത്തലുകൾ, അതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് വിശുദ്ധന്മാരുടെ പ്രകൃതത്തിന്റെ 2ാമത്തെ തലം. ഒന്നാമതായി അസാധാരണമായ പേരുള്ള ഒരു സാധാരണക്കാരൻ, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന ചിന്ത. 2ാമതായി അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത ഒരു സാധാരണക്കാരൻ. 3ാമതായി എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യം, ദൈവം പറഞ്ഞിട്ടല്ല ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിലെത്തിയത്. ആരെങ്കിലും നിയോഗിച്ചായിരുന്നോ? നീ ഇത് ചെയ്യ എന്ന് പറഞ്ഞിരുന്നോ? നമ്മൾ പഴയ നിയമം വായിക്കുമ്പോഴല്ല, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ പ്രവാചകന്മാരെയും സ്വർഗത്തിലെ ദൈവം നിയോഗിക്കുകയാണ്. നീ ഇത് പറ, നീ ഇത് ചെയ്യ. യിരെമ്യാവിനോട് പറഞ്ഞു നീ ചെയ്യ, യെഹെസ്കേലിനോട് പറഞ്ഞു നീ പറയുക. അതൊരു നിയോഗമാണ്. എന്നാൽ ഏലിയാവിനെ ആരും നിയോഗിച്ചില്ല. എന്നിട്ടും ആ ആള് വളരെ ചലഞ്ചിങ് ആയി, വളരെ വെല്ലുവിളി ഏറ്റെടുത്ത് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഇനിയും ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല, നീ നന്നായാലേ തീരൂ. സത്യത്തിൽ അങ്ങനെയുള്ള ഒരാളെ ദൈവം എന്താ സത്യത്തിൽ ചെയ്യണ്ടേ? ദൈവം ഉയർത്തണം, അല്ലേ? ദൈവം ഇപ്പം മാനേജിംഗ് കമ്മിറ്റി ആണെങ്കിൽ അടുത്തത് വർക്കിംഗ് കമ്മിറ്റിയിലേക്കെങ്കിലും ഒന്ന് ഉയർത്തണം. അതല്ലേ ദൈവം ചെയ്യണ്ടേ? പക്ഷേ ഈ ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? നീ കെരീത്ത് തോടിന്റെ കരയിലേക്ക് പോകണം. യു ഹാവ് ടു വിഡ്രോ. നീ പിന്മാറണം. ഇതാണ് ഏലിയാവിനോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അസാധാരണമായി പിൻവാങ്ങിയ ഒരു സാധാരണക്കാരൻ. ഒന്ന്, അസാധാരണമായ പേരുള്ള ഒരു സാധാരണക്കാരൻ. 2, അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത ഒരു സാധാരണക്കാരൻ. 3, അസാധാരണമായി പിൻവാങ്ങിയ ഒരു സാധാരണക്കാരൻ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്, അച്ഛാ ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ട്, ആബോ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്,
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ സങ്കടങ്ങൾ കുറയുന്നില്ല. ജീവിതത്തിലെ പ്രതിസന്ധികൾ കൂടിക്കൂടി വരികയാണ്. അതും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ എനിക്ക് ദൈവത്തോട് ദൈവം ചെയ്ത അനീതിയെ കുറിച്ച് ഒന്ന് പറയണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച വന്ദനായ ഡോക്ടർ ബേബി വർഗീസ് അച്ഛൻ എന്തെങ്കിലും സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അത്ര കൃത്യമായ ഉത്തരം പറയാൻ ഒക്കത്തില്ലെങ്കിൽ പുള്ളി ദേഷ്യപ്പെട്ട് പറയും, അച്ഛാ അത് നമുക്ക് സ്വർഗത്തിലെത്തി കർത്താവിനോട് ചോദിക്കാം. അപ്പൊ എനിക്കും കർത്താവിനോട് ചോദിക്കണമെന്നൊരു ചിന്തയുണ്ട്. കർത്താവേ, ഈ ഏലിയാവിനെ ഒളിച്ചിരിക്കാൻ പറഞ്ഞു, എങ്ങോട്ടാ വിടുന്നത്? കെരീത്ത് തോടിന്റെ കരയിലേക്ക്. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി മഴയില്ല, മഞ്ഞില്ല. തേവലക്കരയിലൊക്കെ മഴയില്ലാതെ ആകുമ്പോ ആദ്യം വറ്റുന്നത് ഏത് ജലസ്രോതസ്സാ? ഞാൻ 3 എണ്ണം പറയാം. കിണറ്, കുളം, തോട്. മഴ പെയ്യാതിരുന്നാൽ ആദ്യം വറ്റുന്ന ജലസ്രോതസ് ഏതാ? ഈ പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കണമെന്നേ, തോടാ. അത് കഴിഞ്ഞിട്ടാണ് ഏത് പറ്റുന്നത്? കുളം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറ്റുന്നത്? കിണറ്. ഈ ഏലിയാവിനെ മാറ്റിയിടണമെങ്കിൽ പോലും ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ കരയിലേക്കല്ലേ പുള്ളിക്കാരനെ വിടണ്ടേ? ചിന്തിക്കുന്നില്ലേ? എങ്ങോട്ടാ വിടുന്നത്? മഴയില്ലാതായാൽ ആദ്യം വറ്റുന്ന ജലസ്രോതസ്സായ തോടിന്റെ കരയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകളല്ല. ചിലപ്പോഴൊക്കെ ദൈവം പറയും, പിൻവാങ്ങുക, മാറി നിൽക്കുക. ആഹാബിനോട് നിയോഗം ഏറ്റെടുത്ത് ആഹാബിനെ തിരുത്തുവാൻ ശ്രമിച്ച പ്രവാചകനോട് ദൈവം പറയുന്നത് എന്താ? മാറി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാം മാറി നിൽക്കലും പരാജയമല്ല. എല്ലാം മാറി നിൽക്കലും തോൽവിയല്ല. ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നതല്ല യഥാർത്ഥ ആത്മീയത. ചില കാര്യങ്ങൾ നമുക്ക് നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? പിന്മാറി നിൽക്കണം. ഈ പഞ്ചതന്ത്രം കഥകളിൽ ഒരു കഥയുണ്ട്. ആ കഥ പുലിയും കഴുതയും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ കഥയാണ്. പുലിയും കഴുതയും കൂടെ ഒരു വിഷയത്തിൽ മത്സരം വെച്ചു, തർക്കിച്ചു. കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം ചുവപ്പാണ്. പുലി പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്. ഭയങ്കര തർക്കം, തീരാത്ത തർക്കം. 3 യോഗങ്ങൾ കൂടിയിട്ടും തർക്കം തീർന്നില്ല. ഇങ്ങനെ എക്സ്റ്റൻറ്റീവായിട്ട് യോഗം കൂടിക്കൊണ്ടിരിക്കുകയും അവസാനം കാട്ടിലെ ന്യായാധിപനായ കരടിയുടെ അടുക്കൽ 2 പേരും കൂടെ ചെന്നു. എന്നിട്ട് കരടിയോട് പറഞ്ഞു, ഈ വിഷയത്തിനൊരു പരിഹാരം വേണം. കരടി പരിഹാരം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ അങ്ങ് വിധിച്ചു. കരടി വിധിച്ച ശിക്ഷ പുലിക്ക് 6 മാസം തടവ്, കഴുതയെ വെറുതെ വിട്ടു. പുലിക്ക് ഭയങ്കര പ്രയാസമായി. പുലി കരടിയോട് ചോദിച്ചു, അതെ ഇത് എന്നാ വിധിയാ? അങ്ങ് പറ, പുല്ലിന്റെ നിറം എന്താ? കരടി പറഞ്ഞു, എന്താ? പച്ച. പിന്നെ പച്ചയെന്ന് പറഞ്ഞ് എന്നെ 6 മാസം തടവിലിട്ടത് എന്താ? ഉടനെ കരടി പറഞ്ഞു, അതെ ഇതുപോലൊരു വിഷയത്തിന്റെ പേരിൽ തർക്കിച്ചതിന്, ഇവനെ പോലെയുള്ള ഒരുത്തനോട് തർക്കിച്ചതിന് 3 മാസം തടവ്. ഇതുപോലുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ. അയ്യോ, എന്തോര തർക്കമാണ് നമ്മുടെയൊക്കെ ഇടയിൽ. നിങ്ങളില്ല, തേവലക്കരല്ല, വേറെ എങ്ങാണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. എന്തോര തർക്കം, എന്ത് വിഷയമാണ്? ഏത് വിഷയത്തെ കുറിച്ചാ? നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പല തർക്കങ്ങളും എന്തിനെ കുറിച്ചാ? എന്താണ് അതിന്റെ എസൻസ്? നമ്മുടെ ഇടവകകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ എന്തിനെ കുറിച്ചാ? അതിന്റെ എസൻസ് എന്താ? ആർക്കും പ്രയോജനമില്ലാത്ത ചില തർക്കങ്ങൾ.
അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് തർക്കിച്ചതിന് 3 മാസം തടവ് ഇവനെ പോലെയുള്ള ഒരുത്തിനോട്. കാരണം എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാകില്ല. അത് ഞാൻ പറയത്തില്ല, പേര് ഞാൻ പറയത്തില്ല. എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാകില്ല, ഇല്ലേ? ഞാൻ ഈ ആയ സലോമൻ പറയുന്നത് പോലെ ഭോഷനെ ഉരലിലിട്ട് ഉലക്ക കൊണ്ട് അവിലിടിക്കുന്നത് പോലെ ഇടിച്ചാലും അവന്റെ ഭോഷത്വം. അപ്പൊ പിന്നെ മാർഗം എന്താ? മാറി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ചില പിന്മാറ്റങ്ങളും ജീവിതത്തിൽ വേണം. എല്ലാം മുന്നേറ്റങ്ങൾ മാത്രമല്ല. എ പർപ്പസ്ഫുൾ വിഡ്രോവൽ ആൻഡ് ഇന്റൻഷണൽ വിഡ്രോവൽ, അത് ജീവിതത്തിന് ആവശ്യമാണ്. ചില ദുഃഖങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നത് ഇങ്ങനെ ഒന്ന് പിന്മാറാനുള്ള ഒരു അവസ്ഥ കൂടെ. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാണികൾ കണ്ട ഒരു സിനിമയാണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങളത് നെറ്റിൽ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ച് മനസ്സിലാകും. ഫോറസ്റ്റ് ഗംപ് ഒരു കോമഡി സിനിമയാണ്. എന്നാൽ അതിനകത്തൊരു വാചകം പറയുന്നുണ്ട്. ഈ ഗംപ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ കഥാപാത്രം. ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ലൈഫ് ഈസ് ലൈക്ക് എ ചോക്ലേറ്റ് ബോക്സ്. ലൈഫ് ഈസ് ലൈക്ക് എ ചോക്ലേറ്റ് ബോക്സ്. We don't know which chocolate that we get. നമ്മൾ ഇപ്പോ ഈ ചില കടകളിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം പല ആകൃതിയിലുള്ള ചോക്ലേറ്റ്സ് അതിനകത്തുണ്ട്, അല്ലേ? നമ്മൾ ഈ പാർലയുടെ ചോക്ലേറ്റ് മേടിക്കുന്നത് പോലല്ല, പല ആകൃതിയിലുള്ളതുണ്ട്. ആർക്കേത് ചോക്ലേറ്റ് കിട്ടുമെന്നത് നമുക്കറിയത്തില്ല, തിരഞ്ഞെടുക്കാൻ നമുക്കൊക്കില്ല. അതുകൊണ്ട് ചില പിന്മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അപകടകരമാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? മാറിപ്പോണം. അച്ഛൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പാമ്പിന്റെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. പാമ്പിന്റെ ഏറ്റവും വലിയ ബുദ്ധി എന്തെന്നറിയാമോ? തനിക്ക് ആത്മനാശം ഉണ്ടാകുന്ന സാഹചര്യമാണെന്ന് കണ്ടാൽ, മനസ്സിലാക്കിയാൽ പാമ്പ് എന്ത് ചെയ്യും? തല താഴ്ത്തി അവിടെ നിന്ന് പോകും. അത് മണ്ടനായതുകൊണ്ടല്ല, ചില പിന്മാറ്റങ്ങൾ ജീവിതത്തിന് ആവശ്യമായതുകൊണ്ടാണ്. ആന കുളിച്ച് സുന്ദര കുട്ടപ്പനായി വരികയാണ്. അപ്പോഴാണ് പന്നി നല്ല ചെളിയിൽ കിടന്ന് ഉരുണ്ട് ആനയുടെ അടുത്ത് വന്ന ആനയെ തെറി പറഞ്ഞു. പന്നി തെറിയോട് തെറി, ആനയൊന്നും മിണ്ടുന്നില്ല. ഉടനെ കണ്ടു നിന്നവർ പറഞ്ഞു, ആന നീ ഒന്ന് ചവിട്ടിയാൽ അവന്റെ ജീവൻ പോകത്തില്ലേ? ഉടനെ ആന മറുപടി പറഞ്ഞു, ഞാനേ കുളിച്ചിട്ട് വരികയാണ്. ഞാൻ അവനെ തൊട്ടാലും അവൻ എന്നെ തൊട്ടാലും എന്റെ ശരീരത്തിൽ ചെളിയാകും. പ്രിയപ്പെട്ടവരെ, ചില വിഡ്രോവൽസ് ആവശ്യമാണ്. എപ്പോഴും വിജയിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, എപ്പോഴും മുൻപോട്ട് നീങ്ങുന്നെന്നും വരില്ല. ചിലപ്പോൾ ബുദ്ധിപൂർവമായ ചില പിന്മാറ്റങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഏലിയാവിനോട് പറയുന്നത്, നീ എവിടെ പോകണം? കെരീത്ത് തോടിന്റെ കരയിലേക്ക് പോകണം. തീർന്നില്ല. അവിടെ നിന്ന് എങ്ങോട്ടാ വിടുന്നത്? സറേഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക്, അല്ലേ? ഒരു പിടി മാവും അല്പം എണ്ണയും വെച്ചുകൊണ്ട് അവൾക്കും അവളുടെ കുഞ്ഞിനും ഒരപ്പമുണ്ടാക്കി അടയുണ്ടാക്കി കഴിച്ച് ചാവാൻ വേണ്ടിയിരിക്കുന്ന അവരുടെ അടുക്കിലേക്ക്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക്. പേടിക്കണ്ട കേട്ടോ, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒന്ന്, അസാധാരണമായ പേരുള്ള ഒരു സാധാരണക്കാരൻ. രണ്ട്, അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത സാധാരണക്കാരൻ. മൂന്ന്, അസാധാരണമായി പിൻവാങ്ങിയ ഒരു സാധാരണക്കാരൻ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. നാലാമതായി, അസാധാരണമായി കരുതൽ ലഭിച്ച ഒരു സാധാരണക്കാരൻ. അസാധാരണമായി കരുതൽ ലഭിച്ച ഒരു സാധാരണക്കാരൻ. കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ OBBS-ലൊക്കെ പാട്ട് പഠിച്ചതാ. ഏലിയാപ്പച്ചനെ എങ്ങോട്ടാ വിട്ടത്? കെരീത്ത് തോടിന്റെ കരയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കൽ ആര് വന്നു? കാക്ക വന്നു. കാക്ക എന്തുകൊണ്ടാ വന്നത്? അപ്പവും ഇറച്ചിയും. ഇനി പിള്ളേരെവിടെ നിൽക്ക്? ഞാൻ മുതിർന്നവരോട് ചോദിക്കട്ടെ, നാട് മുഴുവൻ ക്ഷാമമല്ലേ? അല്ലേ? ഒരു പുൽനാമ്പ് പോലും മുളച്ചിട്ടില്ല, ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കുന്നില്ല.
പക്ഷേ ഏലിയാവിന്റെ അടുക്കൽ കാക്ക എന്തുമായിട്ട് വരിക? അപ്പവും ഇറച്ചിയുമായി. ഇതെവിടെ നിന്ന് കിട്ടി? ഇതെവിടെ നിന്ന് കിട്ടി ഈ അപ്പവും ഇറച്ചിയും? ധ്യാനിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇരിക്കുന്നിടം ഇളകുന്നതല്ല ധ്യാനം. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ ധ്യാനം. എന്റെ ചോദ്യം മനസ്സിലായോ? ചോദ്യം പ്രസക്തമുള്ളതാണോ അതോ മണ്ടത്തരമാണോ? നാട് മുഴുവൻ പട്ടിണി, ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കുന്നില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ അപ്പവും ഇറച്ചി? പറ. പ്രിയപ്പെട്ടവരെ, നാട് മുഴുവൻ പട്ടിണിയാണെങ്കിലും ഭക്ഷണമുള്ളത് എവിടെയുള്ളൂ? ആഹാബിന്റെ കൊട്ടാരത്തിൽ. വെരി ഗുഡ്. കാരണം നാട്ടുകാർക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിലും ഭരണകർത്താക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഭരണകർത്താവ് പട്ടിണി കിടന്നിട്ടുണ്ടോ? നെവർ. അത് ഇന്ത്യയുടെ ചരിത്രത്തിലല്ല, ലോകം മുഴുവൻ ചരിത്രത്തിൽ അല്ലേ? ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് രാജ്ഞി മുകളിൽ നിൽക്കുകയാ, താഴെ നിന്ന് ചോദിക്കുകയാ, വി വാണ്ട് ബ്രെഡ്, അപ്പം താ, ബ്രെഡ് താ. ഉടനെ ജനാലയ്ക്കിലൂടെ ഈ സാധാരണപ്പെട്ട പേക്കോലങ്ങളെ നോക്കിയിട്ട് രാജി പറഞ്ഞു, ഇഫ് ദർ ഇസ് നോ ബ്രെഡ് ഗിവ് ദം കേക്ക്. ബ്രെഡ് ഇല്ലെങ്കിൽ എന്നെ കൊടുക്കാൻ? കേക്ക് കൊടുക്കാൻ. ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഭരണകർത്താക്കൾ പട്ടിണി കിടന്നിട്ടില്ല. ആരെ പട്ടിണി കിടന്നിട്ടുള്ളൂ? സാധാരണപ്പെട്ടവർ. നാട്ടിൽ ക്ഷാമമാണെങ്കിലും ആഹാബിന്റെ കൊട്ടാരത്തിൽ സുഭിക്ഷതയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ വൈകാരികമായി എന്റെ മനസ്സ് മഥിക്കുന്നുണ്ട്. അത് വെറുതെ പറയുകയല്ല. ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നും അപ്പവും ഇറച്ചിയും എടുത്തുകൊണ്ട് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം കെരീത്ത് തോടിന്റെ അരികിൽ കഴിയുന്ന ഏലിയാവിന്റെ അടുക്കിലേക്ക് ആര് വരുന്നു? കാക്ക വരുന്നു. ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുമ്പാകെ. എന്ന് വെച്ച എന്നതാ, എന്തോ ഒരു പാട്ടായിരുന്നു. ഇത് രസമായിരുന്നു കേൾക്കാൻ. ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് വെച്ചാൽ എന്നതാ? എന്താ? വാട്ട് യു മീൻ ബൈ ദാറ്റ് ടൈം, ദാറ്റ് ലിറിക്സ്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് ലിറിക്സ്? അതിൽ എന്ത് മനസ്സിലായി? ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്ന എന്ന് വെച്ചാ, കഴിഞ്ഞ ക്രിസ്തുമസിനെ ഞങ്ങളുടെ വീട്ടിൽ മന്തിയും എന്റെ ശത്രുവിന്റെ വീട്ടിൽ മത്തിയും. ദൈവത്തിന് സ്തോത്രം. ഇല്ലയോ? നമ്മുടെ ചിലരുടെയൊക്കെ പ്രാർത്ഥന ഇല്ലയോ? എന്റെ കർത്താവേ, ലോകത്തിൽ അനേകായിരങ്ങൾ കഷ്ടപ്പെടുമ്പോ എന്നെ മാത്രം ഉയർത്തിയ. ഇവിടുന്ന് പ്രാർത്ഥിക്കത്തില്ലല്ലയോ അങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പോലും വികലമാകുകയാണ്. അങ്ങനെ ഒരു ദൈവമില്ല കേട്ടോ. ഞാൻ സമയം പോകുന്നത് കൊണ്ട്, വളരെ വേഗം പോകുന്നത് കൊണ്ട് അധിക സമയം എടുക്കാതെ, അധിക പ്രസംഗം നടത്താതെ ഈ വിഷയത്തിന്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുക എന്ന് പറയുന്നതേ എന്റെ ശത്രുവിനെ പട്ടിണി കിടത്തി എനിക്ക് ഭക്ഷണം തരുന്ന ദൈവമെന്നല്ല, എന്റെ ശത്രുവിന്റെ മുമ്പിലും എന്നെ കരുതുന്നവനായ ഒരു ദൈവം. ആരെയും താളടിയാക്കുന്ന ദൈവമല്ല, ആരെയും തകർത്ത് കളയുന്ന ദൈവമല്ല. എന്നാൽ തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ പോലും എന്നെ തകർക്കാത്ത ഒരു ദൈവം. ചിലപ്പോൾ കെരീത്ത് തോടിന്റെ അരികിലേക്ക് നിന്നെ അയക്കും. നീ അവിടേക്ക് പോകേണ്ടി വരും. പക്ഷേ അവിടെ അസാധാരണമായി ദൈവം നിന്നെ കരുതും. കുഞ്ഞുങ്ങളെ, ഈ ഏലിയാവിന്റെ അടുക്കൽ വരുന്ന ജീവി ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ടാ കാക്കയെന്ന് വിളിക്കുന്നേ? കാക്കയെന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാ? കറുത്തതായതുകൊണ്ടോ? അങ്ങനെയാണെങ്കിൽ കുയിലിനെ കാക്കയെന്ന് വിളിക്കണ്ടേ? കാക്കേ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതെപ്പോഴും കാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അതിന്റെ ചുണ്ട് എപ്പോഴും തുറന്നും അടഞ്ഞും കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ,
ഈ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അപ്പവും ഇറച്ചിയും ചുണ്ടിൽ കൊത്തിയിട്ട് ഈ കാക്ക ചുണ്ട് തുറന്നായിരുന്നെങ്കിലോ? അങ്ങനെയല്ലേ നമ്മൾ ഈ കാക്കയുടെ സ്വഭാവം തന്നെ പറയുന്നു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി. അതാ കാക്കയുടെ സ്വഭാവം, ജാത്തിയാലുള്ള സ്വഭാവം. എന്നോ സാധനം കിട്ടിയാലും പെട്ടെന്ന് ചുണ്ടിൽ കൊത്തും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ വാതുറക്കും, കാ. അപ്പോഴെന്തു പോകും? സാധനം താഴെ പോകും. പ്രിയപ്പെട്ടവരെയും ഇത്തിരി ഹ്യൂമറായിട്ടൊക്കെ ചിന്തിക്കുന്നുവെങ്കിലും അതിന്റെ ആഴം മാറ്റിക്കളയരുത് കേട്ടോ. ഏലിയാവിന്റെ അടുക്കൽ വരുന്ന കാക്ക പോലും നോമ്പ് നോക്കുന്ന കാക്കയാണ്. വായടക്കേണ്ട സമയത്ത് വായടച്ച കാക്കയാണ്. അതിന്റെ സ്വാഭാവികമായ സ്വഭാവം പോലും മാറ്റിവെച്ച കാക്കയാണ്. ഇനി ഏത് കാക്കയാ ഏലിയാവിന്റെ അടുക്കൽ? പിന്നെ ഞാച്ചൻ എന്നെ പൊട്ടത്തറേ പറയുന്നേ. ഏലിയാവിന്റെ അടുക്കൽ ഏത് കാക്കയാ വരുന്നേ? തേവലക്കരയിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കാക്കയാ ഉള്ളത്? കുഞ്ഞുങ്ങൾ കാക്കയെ കണ്ടിട്ടുണ്ടോ? അത്രയില്ലെന്ന് എനിക്കറിയാം. കാരണം ഈ കാക്ക വരുന്ന സമയത്ത് നമ്മുടെ പിള്ളേരൊന്നും www.com അതാണല്ലോ ഇപ്പോഴത്തെ ഉറക്കം തന്നെ. കൈ W കാല് W വേറെ കോം വേറെ. കാക്ക കാണുന്നില്ല. തേവലക്കരയിലെ സ്ഥിതി എനിക്കറിയില്ല. അടൂര് കാക്കയുടെ എണ്ണം കുറയുകയാണ്. അടൂരല്ലെന്നേ, നമ്മുടെ നാട്ടിൽ കാക്കകളുടെ എണ്ണം കുറയുകയും കഴുകന്മാരുടെ എണ്ണം കൂടുകയും ചെയ്യുക. ഞാൻ വെറുതെ പറയുകയല്ല. ദിസ് ഈസ് എ റിയാലിറ്റി, എ സയന്റിഫിക് റിയാലിറ്റി. നമ്മുടെ പരിസ്ഥിതി നഷ്ടപ്പെടുകയാണ്. ഞാൻ ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാനും കോശിനോട് പറയുമായിരുന്നു, എന്നാ വെച്ചാ ഇത് എന്തൊരു ചൂടാ. നമുക്കറിയാം അത് ഈ സ്ഥലത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ചൂടാ. എന്തുകൊണ്ടാ? ജനുവരി മാസമായതേ ഉള്ളൂ. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് കിട്ടേണ്ട ഒരു സമയമായത്. പണ്ട് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എന്തൊരു നല്ല ഒരു കാലാവസ്ഥ ഉണ്ടായ സമയമാ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? വികസനത്തിന്റെ പേരിൽ ഈ നാട് ചുട്ടുമുടിക്കുകയാണ്. കാശുണ്ടെങ്കിൽ ഈ പ്രകൃതിയെ ആർക്കും ചൂഷണം ചെയ്യാം. കൊടുക്കേണ്ടവന് കൊടുത്താൽ മതി. അവിടെ നിയമങ്ങളൊക്കെ ഇന്ന് കാറ്റിൽ പറത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാശ് മുടക്കുന്നവന് AC വെക്കാം. പക്ഷെ സാധാരണപ്പെട്ടവർക്കോ? അവർക്ക് AC-യുടെ ചൂട് കൂടെ അടിക്കേണ്ടി വരും. നമ്മുടെ കാലം കലികെട്ട ഗതികെട്ട കാലത്തേക്ക് പോകുകയാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഈ കാക്കയെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ഏതൊക്കെ തരത്തിലുള്ള കാക്കയാണ്? ഒന്ന്, മുഴുവൻ കറുത്ത കാക്ക. രണ്ട്, കഴുത്തിൽ ചാരനിറം, ബാക്കിയുള്ളത് കറുത്ത കാക്ക. ഈ രണ്ടു തരം കാക്കയാ. ഇതിൽ ഏലിയാവിന്റെ അടുക്കൽ വരുന്ന കാക്ക ഏത് കാക്കയാ? എന്റെ പൊന്നച്ച, ഇങ്ങനൊക്കെ ചോദിച്ചാലോ? കാക്കയെന്ന് പറഞ്ഞ പോരെ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിന്ത ഞാൻ പങ്കുവെച്ചപ്പോ അന്ന് അഭിമന്യനായ സക്രിയ മാർ അന്തോണിയോസ് തിരുമേനി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിൽ എന്ത് നടന്നാലും അദ്ദേഹം ആദിയോടന്തം ഉണ്ടാകും. അതിനാണല്ലോ അവരെയൊക്കെ ഈ സ്ഥാനത്ത് വരുത്തിയതും. പോട്ടെ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ കാക്കയുടെ കാര്യം പറഞ്ഞല്ലോ, ഏത് കാക്കയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, കാക്ക. തിരുമേനി പറഞ്ഞു, അങ്ങനെയല്ല ചാ, അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റാവൻ എന്ന വാക്കാണ്. RAVEN, റാവൻ. ഞാനിന്ന് വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, റാവൻ. മറ്റത് ക്രോ എന്നല്ലേ കാക്കയ്ക്ക് പറയുന്നേ. റാവൻ എന്ന് പറയുമ്പോൾ അത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയല്ല, മലങ്കാക്ക. ചാരനിറമുള്ള കഴുത്തുള്ള കാക്കയല്ല, മുഴുവൻ കറുത്ത കാക്കയല്ല, അത് മലങ്കാക്ക. പ്രിയപ്പെട്ടവരെ, മനുഷ്യരോട് ഇടപഴകാത്ത കാക്കയാണ് ഏത്? നോക്കുക, ദൈവത്തിന്റെ കരുതൽ എത്രയധികമാണ്. നമ്മുടെ ജീവിതത്തിൽ കരീത്തുതോടിന്റെ അരികിലേക്ക് പോകേണ്ടി വരും. അത് ദൈവത്തിന്റെ നിയോഗമാണെങ്കിൽ പോകാതിരിക്കാൻ കഴിയില്ല. മനസ്സോടെ പോകണം. തമ്പുരാനെ, നിന്റെ ഹിതം എന്താണോ? നമ്മളൊക്കെ വെറുതെ പറഞ്ഞ പോരാ. പേർഷ്യയിൽ നിന്ന് ആബോ പിതാവ്
അദ്ദേഹം ഈ ഭാരത മണ്ണിലേക്ക് കടമറ്റം വഴി ദേവലക്കരയിലേക്ക്, നിങ്ങളിപ്പോ കൊടുത്ത പേര് കൊള്ളാം, ദേവലക്കരയിലേക്ക്. പ്രിയപ്പെട്ടവരെ, പേരൊക്കെ നല്ലത്, പക്ഷേ ആ പിതാവിന്റെ യാത്ര, അതിന്റെ കഷ്ടപ്പാട്, ദൈവം നിയോഗിച്ച നിയോഗം ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ആ ധൈര്യമായ സമീപനം, നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ? എൻ്റെ വാക്കുകൾ ചുരുക്കുവാനുള്ള അനുവാദം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതി. ഇതാണ് ദൈവത്തിന്റെ നന്മ. നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല ദൈവം നമ്മെ കരുതുന്നത്. നമുക്കറിയില്ല ഇതെങ്ങനെ സാധിക്കും. വി ഡോണ്ട് നോ. ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ ഇടപെടൽ, നമുക്കറിയില്ല. പക്ഷേ നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കുക, ഞാൻ അറിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം എന്നെ കരുതും. അതുകൊണ്ടാണ് പറയുന്നത്, ബിലീവ് ബിഫോർ യു പ്രേ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിശ്വസിക്കുക. 4 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത്. 1, അസാധാരണമായ പേരുള്ള ഒരു സാധാരണക്കാരൻ. യാഹ്വേ ഇസ് മൈ ലോർഡ്. 2, അസാധാരണമായ നിയോഗം ഏറ്റെടുത്ത ഒരു സാധാരണക്കാരൻ. ഉത്തരവാദിത്തമുള്ളവർ മലക്കം മറിഞ്ഞപ്പോൾ ആരും ചുമതലപ്പെടുത്താതെ ധൈര്യത്തോടെ ചെന്ന് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഏലിയാവ്. 3, അസാധാരണമായി പിൻവാങ്ങപ്പെട്ട ഒരു സാധാരണക്കാരൻ. ദൈവം ഉയർത്തേണ്ടുന്നത്, പക്ഷെ ദൈവം പറയുന്നത് എങ്ങോട്ടാ? കെരീത്ത് തോടിന്റെ അരികിലേക്ക്. ഞാനത് വിശദമാക്കി കഴിഞ്ഞല്ലോ. 4, അസാധാരണമായി കരുതൽ ലഭിച്ച ഒരു സാധാരണക്കാരൻ. ഏലിയാവിന് മാത്രമാണ്. ഏലിയാവിനെ സഹായിച്ച വിധവയ്ക്കും എന്ത് കിട്ടി? കരുതൽ ലഭിച്ചില്ലയോ? 2 അട ഉണ്ടാക്കിയിട്ട് ചാവാൻ വേണ്ടി ഇരുന്നവളാ. ഈ കൊച്ചിനെയും കൂടെ കൊന്ന് മരിക്കാൻ വേണ്ടി ഇരുന്നവളാ. പക്ഷേ ഇല്ലായ്മയിൽ പ്രവാചകന് പങ്കുവെച്ചപ്പോൾ കൊടുത്തതോ സമൃദ്ധിയ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ സാക്ഷ്യം പറയാൻ കഴിയും. തേവലക്കര പള്ളിയുടെ പെരുന്നാളിന് പ്രസംഗിക്കാൻ വന്ന MV ജോർജ് അച്ഛനും ജോഷുവ അച്ഛനും സക്രിയ മാസ്റ്റർക്കും ചാക്കോ മാസ്റ്റർക്കും ഒക്കെ ഒരു നേരത്തെ കഞ്ഞി കൊടുത്ത അനേക പിതാക്കന്മാർ, മാതാക്കൾ ഇവിടെയുണ്ട്. നശിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കുടുംബം നശിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഒരു സാക്ഷ്യമായിട്ട് പറയും. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടതാണ്. എൻ്റെ ഇടവകയിൽ ഒരു പ്രസംഗം നടക്കുമ്പോൾ 4 ദിവസത്തെ കൺവെൻഷൻ, ഒരു ദിവസം ബലഹീനനായ എൻ്റെ വല്യപ്പച്ചൻ വിളിച്ച് ആ പ്രസംഗിക്കുന്നവർക്ക് ഒരു ഭക്ഷണം കൊടുക്കും. ഇന്ന് ലോകത്തിന്റെ എവിടെ പോയാലും എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്റെ ഏതു ഭാഗത്ത് പോയാലും അറിയാത്ത കരുതൽ ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുന്നവനെ ദൈവം കരുതും. പക്ഷെ എങ്ങനെയെന്ന് പറയാൻ എനിക്കറിയില്ല. അത് കാക്കയാകാം, അത് റാവനാകാം. വിധവ തനിക്കുള്ളത് പങ്കുവെച്ചപ്പോൾ കലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, നിന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. ഇത് വെറുതെ അല്ല കേട്ടോ, ഇത് അമ്മൂമ്മക്കഥയല്ല, ഇത് ഐതിഹ്യമല്ല. നോക്കുക, ദൈവത്തിന്റെ കരുതൽ അദ്ദേഹം ഏറ്റെടുത്തു. വാക്കുകൾ ചുരുക്കട്ടെ. ആ മനുഷ്യനെ കുറിച്ച് ജീവിതകാലം കഴിഞ്ഞ് 900 വർഷം കഴിഞ്ഞ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. He was a man like ours. മറാബോ, a man like ours. പിള്ളേർക്ക് കണക്കിഷ്ടമാണോ? കണക്കിഷ്ടമാണോ എന്ന് കണക്കിലൊരു തിയറം ഉണ്ട്, കോൺവേഴ്സ് തിയറം എന്ന് വെച്ചാൽ എന്നാ? അമ്മമാരെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേലും പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ, ഇല്ലേ? കോൺവേഴ്സ് തിയറം. അത് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറം. ഇഫ് ദ 2 sides of a triangle is equal, the third side is same. അതാണ് കോൺവേഴ്സ് തിയറം എന്ന് പറയുന്നത്. നമ്മൾ ലളിതമായിട്ട് ആ തിയറത്തെ കുറിച്ച് പറഞ്ഞാൽ, ഇഫ് A equals B, B should be equal A. നിർത്തുക പ്രിയപ്പെട്ടവരെ. ഏലിയാവ് നമ്മെ പോലുള്ളവൻ. നാം ആരെ പോലാകണം? ഏലിയാവിനെ പോലെ. അബോ നമ്മെ പോലുള്ള പിതാവ്.
നാം ആരെപ്പോലാകണം? പരിശുദ്ധനായ ആബോയെ പോലെ. അതിനാണ് ഒരു പെരുന്നാളിൻ്റെ സന്ധ്യാ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ കർത്താവിനോട് പിതാക്കന്മാർ എഴുതിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ഞങ്ങൾ ആരുടെ പെരുന്നാൾ നടത്തുന്നുവോ ആ പരിശുദ്ധനെ പോലെ നിന്നെ അറിയുന്നവരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരുമായി ഞങ്ങളെ ആക്കണമേ. പെരുന്നാളിൻ്റെ അർമാദിപ്പും വലിയ തള്ളലും ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. ആരുടെ പെരുന്നാളാണോ നടത്തുന്നത് ആ പരിശുദ്ധനെ പോലെ ദൈവത്തെ അറിയുന്നവരും വിശുദ്ധരുമായി ജീവിക്കുന്ന നല്ല ബുദ്ധിയുള്ളവരായി, വക്രബുദ്ധിയും കൂർമ്മബുദ്ധിയും ഒന്നുമല്ല, നൈർമല്യമുള്ള ബുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടേക്ക് വീണ്ടും വരുവാനും ചില ചിന്തകളുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ദൈവം തന്ന വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വളരെ ശാന്തതയോടെ, പ്രത്യേകിച്ച് ഞാനൊന്ന് കമൻറ്റ് ചെയ്യുകയായി, ഈ കുഞ്ഞുങ്ങൾ അവര് സാധാരണ കൺവെൻഷനൊക്കെ ഒരു 3 പ്രാവശ്യം വെളിയിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ആരും തന്നെ പോകാതെ ശ്രദ്ധയോടെ അവർ ഈ വചനം കേട്ടു. അതിൻ്റെ അടിസ്ഥാനം ഈ ഇടവകയിൽ അത്രയും ഭംഗിയായി സൺഡേ സ്കൂൾ നടക്കുന്നു എന്നതാണ്. ആ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് അഭിനന്ദനം. ഇവിടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും നേരുന്നു. പെരുന്നാൾ അടിപൊളിയാക്കണ്ട. പെരുന്നാൾ ആരുടെ പെരുന്നാളാണോ നടത്തുന്നത് ആ വിശുദ്ധനെ പോലെ ആയിത്തീരാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ.